കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും പകൽക്കാല വന്ദനത്തെ അറിയിക്കുന്നു. നമ്മളായിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗം വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നാളെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ചില വർഷങ്ങൾ കടന്ന് മുൻപോട്ട് പോകുവാനായിട്ടിടയായി. ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മളെ ഒരു വസിക്കുന്നത്. ജനാധിപത്യപരമായ പല ഗുണങ്ങളും അതുകൊണ്ട് തന്നെ നമുക്ക് അനുഭവിപ്പാനും ആസ്വദിപ്പാനുമായിട്ട് ഇടയുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെയും പട്ടാള ഭരണത്തിന് കീഴിലായതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ പോലെ അവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ദേശത്ത് സഞ്ചരിപ്പാനോ സ്വാതന്ത്ര്യമായി അവിടെ ജീവിപ്പാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ തന്നെ ജനാധിപത്യ രാജ്യങ്ങൾ ലോകത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയൻ രാജ്യങ്ങളൊക്കെ തുടങ്ങിയ രാജ്യങ്ങൾ ജനാധിപത്യ രാജ്യങ്ങളാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ അവിടെ ഭരിക്കുന്നു. അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയെക്കാട്ടിൽ ഭാരതത്തിൽ വസിക്കുന്നതിനെക്കാട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വസിപ്പാൻ ആ രാജ്യങ്ങളിലുള്ളവർക്ക് കഴിയുന്നു. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് സൂര്യനും ചന്ദ്രനും എല്ലാം അസ്തമിച്ച് ആ രാജ്യത്ത് സംഘർഷങ്ങൾ നിലനിൽക്കുന്നതായി നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിരന്തരം കാണുന്നു. അവിടെ തൊട്ടടുത്ത അവിടുത്തെ പ്രധാനമന്ത്രി ഋഷി സുനക് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജനായിരുന്നു. ഇപ്പൊ അദ്ദേഹവും മാറി മറ്റൊരാള്, ഒരു ബ്രിട്ടീഷ് വംശജൻ തന്നെ ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു. ശാശ്വതമായി വസിപ്പാൻ ഇല്ലെങ്കിൽ ഭരണം നടത്തുവാൻ കഴിയാത്ത വണ്ണം പ്രശ്ന കലുഷിതമാണ് ജനാധിപത്യ രാജ്യങ്ങളായിരിക്കുന്ന യൂറോപ്പിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നത്. നമ്മുടെ നാട്ടിലെ അനവധി യൗവനക്കാർ പഠനാർത്ഥമായി യൂറോപ്പിലേക്ക് പോകുന്നവരുണ്ട്. യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ പഠിക്കുവാനായി പോവുകയും ഒപ്പം തന്നെ അവിടുത്തെ പൗരത്വം ലഭിക്കുകയും അവിടെ ജോലി ചെയ്ത് സുരക്ഷിതമായി വസിക്കാനായിട്ട് ആഗ്രഹിച്ച് അവിടെ അപ്രകാരമായിരിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഈ നിരണം പഞ്ചായത്ത് അല്ലെങ്കിൽ കടപ്പുറ പഞ്ചായത്തിൽ നിന്ന് ആയിരക്കണക്കിന് പേര് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. വിദേശ രാജ്യവുമായി 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ദേശത്തിന്, പ്രത്യേകാൽ നിരണം പഞ്ചായത്തിന് ബന്ധമുള്ളതായി നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. യഹൂദന്മാർ തുടങ്ങി അനവധി യൂറോപ്യൻ വ്യാപാരികൾ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനും 12 ശിഷ്യന്മാരിൽ ഒരാളുമായിരിക്കുന്ന തോമാസ് ശ്ലീഹ ഈ ദേശത്ത് വന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് എവിടെ നിന്ന് ലഭിക്കും? വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം അതിൽ ഇപ്രകാരം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്യമുണ്ട്. 8-ാമത്തെ അധ്യായം 31-2 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നു എങ്കിൽ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? ഈ രാജ്യത്ത് നമുക്ക് ഹൈക്കോടതി, സുപ്രീം കോടതികളിൽ അതിന്റെ ഹെഡിംഗ് ആയി കൊടുത്തിരിക്കുന്ന ആപ്തവാക്യമുണ്ട്: സത്യമേവ ജയതേ. സത്യം എവിടെയാണോ അവിടെ ജയിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കേസിൽ അകപ്പെട്ട് നമ്മുടെ കോടതിയിൽ, സാധാരണ കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എത്തിയാൽ അവിടെ സത്യത്തിനല്ല വില, പിന്നെ എന്താണ് വില? അവിടെ തെളിവിനാണ് വില. തെളിവില്ല എങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടുവാനായിട്ടിടയാകും. ഒരാളെ കള്ളക്കേസിൽ കൊടുക്കുവാനൊക്കെ കള്ള തെളിവുകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ശിക്ഷിക്കാനായിട്ടിടയാകും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ഇരിക്കുകയാണ്: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന് ലഭിച്ച സ്വാതന്ത്ര്യമല്ല. ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും പാപത്തിന്റെ അടിമത്തത്തിലാണ് ജീവിക്കുന്നത്. ഏകദേശം 900-ലധികം കോടി ജനങ്ങൾ ഇന്ന് ഭൂമിയിലെമ്പാടും വസിക്കുന്നു. അവരിൽ ക്രൈസ്തവർ മാത്രമല്ല, ഇസ്ലാമികരുണ്ട്,
ഹൈന്ദവരായിട്ടുള്ളവരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ചിന്താധാരകളിൽപ്പെട്ട അനവധി ആളുകൾ ഭൂമിയിൽ തിങ്ങി വസിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ ആക്ഷേപിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരും നിന്ദിക്കുന്നവരും അവരുടെ ഉപജീവന മാർഗത്തിനായി ഇതും കൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവര് തിങ്ങി വസിക്കുന്ന ഭൂമിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവ് ജഗത് ഗുരുവായിരിക്കുന്ന മഹാഗുരുവായിരിക്കുന്ന യേശു കർത്താവ് പറയുക, സത്യം നിങ്ങൾ വാസ്തവമായി സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താണ് സത്യം? പ്രിയ സഹോദരന്മാരെ, എന്താണ് സത്യം? സത്യമേവ ജയതേ, സത്യം എവിടെയുണ്ടോ അവിടെ ജയിക്കട്ടെ എന്നൊക്കെ ആപ്തവാക്യം നമ്മുടെ ഭരണഘടനയിലൊക്കെ ഉണ്ട്. എന്നാൽ വാസ്തവമായ സത്യം എവിടെയാണ്? വാസ്തവമായ സത്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ തിരുവചനത്തിലാണ്. വിശുദ്ധ വേദപുസ്തകമാണ് ദൈവത്തിന്റെ സത്യവചനം. അതാണ് മനുഷ്യകുലത്തിന് നൽകിയിരിക്കുന്ന നിയമാവലികൾ. നമുക്കിവിടെ ഭരണഘടനയുണ്ട്. നമ്മുടെ നാട്ടിൽ ഭരണഘടനയ്ക്കനുസരിച്ചാണ് ഭരണം നടക്കുന്നത്. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ അടുത്തിടയ്ക്ക് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത ചില എംപിമാരുടെ കയ്യിൽ സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിയപ്പോൾ അവർ ഭരണഘടന ഒരു പുസ്തക രൂപത്തിലാക്കി ഉയർത്തിപ്പിടിച്ചു. കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞത്. പിന്നെയോ ഭരണഘടന പ്രകാരം നീതിയും ന്യായവും നടത്തുവാൻ അവർ ഉത്സാഹിക്കും എന്നുള്ളതാണ് അതിന്റെ ആന്തരികമായ ഘടകം. അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ എല്ലാവരും പാപിയാണ്, പാപത്തിന്റെ പരിണിതഫലമാണ് മരണം. പ്രിയ സഹോദരന്മാരെ, എന്തുകൊണ്ട് ജ്ഞാനം നേടിയ അറിവ് നേടിയ മനുഷ്യൻ മരിക്കുന്നു? നോക്കൂ, നമ്മൾ ഏവരും വസ്ത്രം ധരിക്കുന്നുണ്ട്, ഷർട്ട്, ചുരിദാറോ സാരിയോ ഒക്കെ ധരിക്കുന്നുണ്ട്. നമ്മൾ നേടിയ അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് മോട്ടോർ വാഹനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ സംസാരിക്കുന്ന ഉച്ചഭാഷണി മനുഷ്യൻ നേടിയ ജ്ഞാനം കൊണ്ട് അവൻ നേടിയെടുത്ത അറിവിന്റെ പരിണിത ഫലമാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് അമേരിക്കയിലോ യൂറോപ്പിലോ ഇരുന്ന് ഒരാളെ തത്സമയം കണ്ട് സംസാരിക്കുന്നു. ഈ അറിവ് മനുഷ്യൻ എവിടെ നിന്ന് നേടി? ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ലഭിച്ച അറിവാണ് മനുഷ്യൻ ഈ വിധ ജ്ഞാനങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ഇടയായത്. തിരുവചനം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. മനുഷ്യൻ കണ്ടുപിടിച്ചതുപോലെ മറ്റൊരു കണ്ടുപിടുത്തങ്ങളും ഈ ലോകത്തിലെ അനവധി സൃഷ്ടിജാലങ്ങളുണ്ട്, മൃഗങ്ങള്, പക്ഷികളൊക്കെയുണ്ട്. അവരിൽ ആരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മൃഗവും ഇന്നുവരെ ഒരു വസ്ത്രം ധരിച്ചിട്ടില്ല, സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടിയിട്ടില്ല, ഒരു മൊബൈൽ ഫോണോ മോട്ടോർ വാഹനങ്ങളോ കണ്ടുപിടിച്ചിട്ടില്ല. അവയെ സൃഷ്ടിച്ച നാളിൽ എപ്രകാരമായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ നോക്കൂ, ഇത് ആധുനിക യുഗമെന്നാണ് അറിയപ്പെടുന്നത്. 50 വർഷങ്ങൾക്ക് മുന്നമേ ഓല വീടുകൾ മാത്രമേ ഈ നെടും പഞ്ചായത്തിൽ കാണുമായിരുന്നുള്ളൂ. ചുരുക്കം ചില ഓടിട്ട് വീടുകൾ ഒരുപക്ഷെ കണ്ടേക്കാം. എന്നാൽ ഇന്ന് ചതുപ്പ് നിരങ്ങളിൽ പോലും ബഹുനില മന്ദിരങ്ങൾ, കൊട്ടാര സദൃശ്യമായ വീടുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻപിൽ ഇവിടെ കാണുവാനായി കഴിയുന്നു. മനുഷ്യൻ നേടിയ അറിവ് കൊണ്ടാണ് ഇതൊക്കെയും മനുഷ്യൻ നിർമ്മിക്കുന്നത്. ബഹിരാകാശ വാഹനങ്ങൾ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നു. ഇങ്ങനെ അറിവ് വർദ്ധിപ്പിച്ച മനുഷ്യൻ ഇന്നും മരണത്തിന് കീഴ്പ്പെടുന്നു. എന്തുകൊണ്ട് മരണം മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു? ഇവിടെ ഹോസ്പിറ്റൽ ഇല്ലാഞ്ഞിട്ടാണോ? ഈ തിരുവല്ല താലൂക്കിൽ തന്നെ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്? പത്തനംതിട്ട ജില്ലയിൽ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്? മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളും ഇല്ലാഞ്ഞിട്ടല്ല മരണത്തിന് മനുഷ്യൻ വിധേയപ്പെടുന്നത്. മനുഷ്യൻ അറിവില്ലാഞ്ഞിട്ടല്ല. മനുഷ്യൻ മരിക്കാതിരിക്കേണ്ടതിന് അവൻ ദിനം പ്രതി അതിനെ കുറിച്ചുള്ള അന്വേഷണവും പഠനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മരണത്തെ തോൽപ്പിക്കാൻ മനുഷ്യൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രത്തോട് ചോദിക്കുക, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ശാസ്ത്രം പറയുകയാണ്, മനുഷ്യ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട്, സെല്ലുകൾ നശിക്കുന്നതുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു, അവൻ മരണത്തിന് വിധേയപ്പെടുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം സത്യമായി നമ്മളോട് വിളിച്ചറിയിക്കുക, ഏക മനുഷ്യനാൽ പാപം ഭൂമിയിൽ കടന്നിരിക്കുന്നു, പാപത്തിന്റെ ശമ്പളമാണ് മരണം. പ്രിയ സഹോദരന്മാരെ, പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് വിശുദ്ധ സത്യവേദ പുസ്തകം നമ്മളെ വിളിച്ചറിയിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഇതുവരെ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ മരിക്കുന്നു? എന്തുകൊണ്ട് മരിക്കുന്നു? ഞാൻ പാപം ചെയ്തില്ലല്ലോ. പ്രിയ സഹോദര, നമ്മൾ സ്വയമേ ചെയ്യുന്ന, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല നമ്മൾ പാപികളാകുന്നത്. നമ്മൾ പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമ്മൾ പാപികളായി തീർന്നു? പ്രിയ സഹോദരന്മാരെ, ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സന്തതി പരമ്പരയിൽ പെട്ടതാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന സകലമായ മനുഷ്യരും. ഒരുപക്ഷെ ഞങ്ങളുടെ കേൾവിക്കാരും നിങ്ങൾ ഹൈന്ദവർ കണ്ടേക്കാം, ഇസ്ലാമികർ കണ്ടേക്കാം, ക്രൈസ്തവർ കണ്ടേക്കാം, യുക്തിവാദികൾ കണ്ടേക്കാം, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പൂർവ്വപിതാവ് ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആദമിന്റെ സന്തതി പരമ്പരയിൽ ജനിച്ചതുകൊണ്ട് നമ്മുടെ രക്തത്തിലൂടെ ഓടുന്ന രക്തത്തിൽ ആദമ്യ പാപം അടങ്ങിയിരിക്കുന്നു. അതിൽ AB നെഗറ്റീവ്, പോസിറ്റീവ്, അങ്ങനെ ഒത്തിരി ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടേക്കാം. ഏത് ഗ്രൂപ്പിലും പെട്ടയാളായിക്കൊള്ളട്ടെ, പാപഭംഗിലമായ രക്തമാണ് മനുഷ്യ ശിരകളിലൂടെ ഓടുന്നത്. പ്രിയ സഹോദരന്മാരെ, ഈ പാപഭംഗിലമായ ശരീരവുമായി നമുക്ക്
നമുക്ക് നിത്യജീവനെ പ്രാപിപ്പാനായി കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, മരണത്തിന് മനുഷ്യൻ വിധേയപ്പെടുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വിളിച്ചറിയിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഒരു മനുഷ്യന് 3 വിധ മരണങ്ങളെയാണ് ആദിമ സൃഷ്ടിയായിരിക്കുന്ന ആദാം ഹവ്വ നേരിട്ടത്. ഒന്ന് ശാരീരിക മരണം, മറ്റ് നിത്യമരണം, മറ്റൊന്ന് ആത്മീക മരണം. ഇത് 3 മരണങ്ങളെയാണ് ആദാം ഹവ്വ നേരിട്ടത്. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും നേരിടേണ്ടത് ശാരീരിക മരണവും മറ്റൊന്ന് നിത്യമായ മരണവുമാണ്. ഈ നിത്യമായ മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം പൂർണ്ണ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നത്. ഒന്ന്, ശാരീരികമായി നമ്മൾ മരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു. നമ്മളിലെ പാപനിമിത്തമാണ് നമ്മൾ മരണത്തിന് വിധേയപ്പെടുന്നത്. മരിച്ച് നമ്മുടെ ശരീരം ദഹിപ്പിച്ചാൽ ചാരമായി മണ്ണിലേക്കും കല്ലറയ്ക്കൊണ്ടടക്കിയാൽ അഴുകി മണ്ണിലേക്കും ചേരുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ എടുത്തു അത് മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അകത്തെ മനുഷ്യനായിരിക്കുന്ന ആത്മാവ് മണ്ണിൽ നിന്നെടുത്തതല്ല, അന്തരീക്ഷത്തിൽ നിന്നെടുത്തതല്ല, പിന്നെയോ നമ്മളെ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിന് ഒരിക്കലും മരണമില്ലാത്ത ആത്മാവ് നമ്മളെ സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് ഒരു നാൾ മടങ്ങി ചെല്ലുന്നു. ഭൂമിയിൽ വെച്ച് പാപമോചനം പ്രാപിച്ചവരെ, അതായത് ആത്മരക്ഷ നേടിയവരെ, ആത്മാവിന് മോശം പ്രാപിപ്പാൻ ഇടയായവരെ, പാപമോചനം പ്രാപിപ്പാൻ ഇടയായവർക്ക് നിത്യകാലം സദാകാലം പാപമോചനം പ്രാപിച്ച് ദൈവത്തോടു കൂടി വസിപ്പാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഈ മരണത്തിൽ നിന്ന് നമ്മളെ ആര് രക്ഷിക്കും? ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ മറ്റൊരു ജ്ഞാനത്തിനോ അറിവുകൾക്കോ രക്ഷിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, നമ്മളെ ഏവരെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവായിരിക്കുന്ന സ്വർഗത്തിലെ പിതാവായിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മളോട് കൃപ തോന്നി കാലത്തിന്റെ തികവിൽ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വരുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. അങ്ങനെ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുന്നമേ കാലത്തിന്റെ തികവിൽ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം നമ്മുടെ സ്വർഗത്തിലെ പിതാവ് തന്റെ മഹത്വത്തെ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് പൂർണ്ണ മനുഷ്യനായി വരുവാനായിട്ടിടയായി. യേശു ക്രിസ്തു എന്ന പേരോടുകൂടി ഇഹലോകത്തിൽ 33 തിരുവയസ്സ് വരെ വസിപ്പാനായിട്ടിടയായി. 33 വയസ്സിനിടയിൽ യേശു ക്രിസ്തു അനേക രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ചു. പാപത്തിന്റെ ചെളിക്കുഴിയിലായിരിക്കുന്ന ഒരു സ്ത്രീയോട് പറയുകയാണ്, ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി, ന്യായപ്രമാണ പുസ്തകപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാനായി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, ഗുരു, ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ന്യായപ്രമാണം ഞങ്ങളെ പഠിപ്പിക്കുന്നു, നീ എന്ത് പറയുന്നു? ആ സ്ത്രീയെ നോക്കിയിട്ട് യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൾ ആ സ്ത്രീയെ കല്ലെറിയട്ടെ. അതിന്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യരും പാപത്തിന് പുറത്തുള്ളവരാരും തന്നെയില്ല, എല്ലാ മനുഷ്യരും പാപിയാണ്. ആ പാപിയായ സ്ത്രീയെയും ചേർത്തുകൊണ്ട് യേശു ക്രിസ്തു പറയുക, ഇനിമേലാൽ നീ പാപം ചെയ്യരുത്. പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, മദ്യപിക്കുന്നവരായിക്കൊള്ളട്ടെ, മോഷ്ടിക്കുന്നവരായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ കൊലപാതകം നടത്തിയവരായിക്കൊള്ളട്ടെ, ഇനി അതല്ല നിങ്ങൾ ആദർശ പുരുഷന്മാരെ പോലെ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, ആരംഭ്യ പാപം നിങ്ങളുടെ സിരകളിലൂടെ ഓടുകയാണ്. ഈ സിരകളിൽ നിന്ന് നിങ്ങൾക്ക് പാപഭംഗിലമായ രക്തത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ഏകരക്ഷാമാർഗമായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. 33 തിരുവയസ്സിൽ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമരണത്തിന് വിധേയപ്പെടുവാനായിട്ടിടയായി. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, യേശു ക്രിസ്തു ദൈവമെങ്കിൽ ദൈവത്തിന് എപ്രകാരം മരിക്കുവാനായി കഴിയും? ദൈവത്തിന് മരണമുണ്ടോ? ന്യായമായ ഒരു ചോദ്യമാണ്. ദൈവത്തിന് ഒരിക്കലും മരിക്കുവാൻ കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചു? പ്രിയ സഹോദരന്മാരെ, നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായതുകൊണ്ട്, പ്രിയ സഹോദരന്മാരെ, നമുക്ക് പകരമായി യേശു ക്രിസ്തു കാൽവറി യാഗമായി തീർന്നു, മരണത്തിന് വിധേയപ്പെട്ടു. എന്നാൽ പൂർണ്ണ മനുഷ്യത്വത്തിൽ മരണത്തിന് വിധേയപ്പെട്ട യേശു ക്രിസ്തു 3-ാം ദിവസം പൂർണ്ണ ദൈവത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി. മനുഷ്യകുലത്തിന് പാപമോചനത്തിനായി നൽകിയ ഏകനാമമായ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ മാത്രമേ നമുക്ക് പാപമോചനം പ്രാപിക്കാനായി കഴിയത്തുള്ളൂ. ആകാശത്തിന് കീഴെ മനുഷ്യർക്ക് ആത്മരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വാക്കി ഒരിക്കൽ കൂടി പറയട്ടെ, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എങ്ങനെയാണ് മനുഷ്യൻ സ്വതന്ത്രമാകുന്നത്? സത്യവചനമായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടു. ആ യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ, ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ, അതായത് ആത്മാവിന് മോശം നേടുവാൻ, നിത്യശാന്തിയിലേക്ക് അടുക്കുവാൻ ദൈവം ഒരുക്കിയ വഴിയാണ് യേശു ക്രിസ്തു എന്ന ഏക വഴി, ഏക മാർഗം, ഏക സത്യം. ഈ സത്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ.
സ്വതന്ത്ര രാജ്യം എന്നറിയപ്പെടുന്ന, ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ ജനാധിപത്യത്തിൽ നിന്ന് മാറി ആ പട്ടാള ഭരണത്തിലേക്ക് മറ്റു ഇതര ഭരണത്തിലേക്കൊക്കെ പോകാം. ശാശ്വതമായ സമാധാനം നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുകയില്ല. ശാശ്വതമായ സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ കേൾവിക്കാരെ, ഞങ്ങളുടെ ശബ്ദത്തെ കേട്ട പ്രിയ മാതാപിതാക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സൗജന്യമായ രക്ഷയെ സ്വീകരിപ്പാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ഈ സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക, ഈ സത്യത്തെ നിങ്ങൾ സ്വീകരിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ അനവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എന്റെ പിതൃപാപം എന്നെ പിന്തുടരുന്നു. ഈ പാപം എന്നെ നിത്യമായ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഈ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ അനുദപിച്ച് എന്റെ പാപ വഴികളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. മനുഷ്യന്റെ ഹൃദയമാണ് ദേവാലയം. മനുഷ്യൻ കൈപ്പണിയായി നിർമ്മിക്കുന്ന സിമന്റ് കൊണ്ടോ മറ്റ് ഇതര വസ്തുക്കൾ കൊണ്ടോ നിർമ്മിക്കുന്ന ദേവാലയങ്ങളിലല്ല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം വസിക്കുന്നത്. പിന്നെയോ മനുഷ്യ ആത്മാവിൽ ദൈവം വസിക്കുന്നു. മനുഷ്യന്റെ ഹൃദയമാണ് ഹൃദയം ദേവാലയം. മനുഷ്യ ഹൃദയത്തിലാണ് ദൈവം വസിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ചവരുടെ ഹൃദയത്തിലേക്ക് ഇതാ പ്രപഞ്ചത്തിലെ സൃഷ്ടാവായ ദൈവം, നമ്മുടെ സ്വർഗത്തിലെ പിതാവായിരിക്കുന്ന ദൈവം അവരുടെ ഹൃദയത്തിലേക്ക് വന്ന് വസിപ്പാനായിട്ട് ആഗ്രഹിക്കുക. ആരെങ്കിലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത വചനപ്രകാരം നിങ്ങളെ ഏവരെയും ഈ രക്ഷാകരമായ സുവിശേഷ സന്ദേശത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും സ്വീകരിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുക. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുക. കർത്താവായ യേശു ക്രിസ്തു ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ